ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലിനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു നാടൻ വിഭവമാണ്. എന്താണെന്നറിയോ? പീച്ചിങ്ങയും ചെമ്മീനും കൂടെ മെഴുക്ക് പുരട്ടി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ പീച്ചിങ്ങയുടെ മേൽഭാഗമൊക്കെ ഒന്ന് മുറിച്ച് മാറ്റണം. ഇതിൻ്റെ ഈ വശങ്ങളൊക്കെ നമുക്കിങ്ങനെ ഒന്ന് മുറിച്ച് കളയാം. മൂത്ത പീച്ചിങ്ങയുടെ ആണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളയണം കേട്ടോ. അധികം മൂക്കാത്തതാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അതേപോലെ തന്നെ മുറിച്ചെടുക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് നമുക്ക് ഇതേപോലെ. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇതിപ്പോൾ അങ്ങനെ മൂത്തതല്ല കേട്ടോ, കണ്ടോ? അപ്പോൾ ഇങ്ങനെ കുരുവൊന്നുമില്ല. അപ്പോൾ നമുക്ക് അരിഞ്ഞെടുക്കാൻ സുഖമാണ്. ഞാനിപ്പോൾ പീച്ചിങ്ങ കംപ്ലീറ്റ് അരിഞ്ഞെടുത്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ പീച്ചിങ്ങയും ചെമ്മീനും കൂടെ ആണല്ലോ മെഴുക്ക് പുരട്ടിയാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചെമ്മീൻ കുറച്ച് നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെമ്മീൻ ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു മൺചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ഇടേണ്ടത് 2 പച്ചമുളക് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, അല്പം കറിവേപ്പില. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി. ഇനി നമുക്ക് ഈ ചെമ്മീൻ നന്നായി വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരല്പം വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ചെമ്മീനിലെ വെള്ളമെല്ലാം വറ്റി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ? ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഞാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു സവാള അരിഞ്ഞതും, പിന്നെ ഒരു 4 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുത്തതും കൂടെ ഇതിലേക്കിടാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചതച്ച മുളക് ഇല്ലെങ്കിൽ നിങ്ങൾ മുളക് പൊടി ഇട്ടാലും മതി കേട്ടോ. ഞാനിതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. ഇനി നമുക്കൊരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. ചെമ്മീൻ വേവിച്ചപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, എന്നാലും ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പീച്ചിങ്ങ ഇട്ട് കൊടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിൽ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ പീച്ചിങ്ങ ഒരുവിധം വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറക്കാം. പീച്ചിങ്ങ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ, ചെമ്മീൻ വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഈ ചെമ്മീൻ നന്നായി ഇതിനകത്ത് കിടന്ന് ഈ മസാലയൊക്കെ പിടിക്കണം, ചെമ്മീനിലേക്കും പിടിക്കണം. അപ്പോൾ നമുക്ക് ഒരു 2 മിനിറ്റ് നേരം ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുറക്കാം. കണ്ടോ? അങ്ങനെ നമ്മുടെ സൂപ്പർ പീച്ചിങ്ങയും ചെമ്മീനും കൂടെയുള്ള മെഴുക്ക് പുരട്ടി റെഡിയായി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടോ. ചെമ്മീൻ്റെ ഒക്കെ സ്മെല്ല് വന്നിട്ട് അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പീച്ചിങ്ങയും ചെമ്മീനും കൂടെയുള്ള മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി കഴിഞ്ഞു. നല്ല ടേസ്റ്റാട്ടോ. ചോറിൻ്റെ കൂടെ വേറെ കറി ഒന്നും വേണ്ട, ഇത് മാത്രം മതി, അത്ര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം, കമൻസൊക്കെ ഇടണം കേട്ടോ. ഇപ്പോൾ ഇനി നിങ്ങൾ ആദ്യമായാണ് ജുലിനാസ് കിച്ചൺ കാണുന്നതെങ്കിൽ
നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ ജുലീനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.